ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളെ മലയാള അക്ഷരം എഴുതിക്കാൻ, ഇപ്പോൾ ഏത് അക്ഷരമായാലും പ്രത്യേകിച്ച് മലയാള അക്ഷരം എഴുതിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാ പാരൻസും പറയാറുണ്ട്. കാരണം മലയാള അക്ഷരം അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമില്ല, കുറച്ച് വളവും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ മലയാള അക്ഷരങ്ങളാണ്. അപ്പോൾ മലയാള അക്ഷരം എഴുതിക്കാനായിട്ട് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഏതായാലും എഴുതിക്കാനായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വേ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. പിന്നെ മടിയുള്ള കുട്ടികളെ എങ്ങനെ എഴുതിക്കാം, അതാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് മടിയാണ്, എഴുതാൻ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതൊക്കെ പഠിക്കും, കേട്ട് പഠിക്കും, അത് പറയാറുണ്ട്. പക്ഷേ എഴുതാനിരുത്തിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുതിക്കാനും. ഓരോ ലെറ്റേഴ്സും എഴുതി വരാൻ തന്നെ ഭയങ്കര കഷ്ടമാണ് എന്ന് പാരൻസ് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നായി ഇമ്പ്രൂവ് ആവാനും നന്നായിട്ട് എഴുതാനും മടി കൂടാതെ നന്നായി എഴുതി പഠിക്കാനുമുള്ള കുറച്ച് ടിപ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്ഷരം, മലയാള അക്ഷരമായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനിവിടെ നായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ലേറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്ലേറ്റും പെൻസിലും കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ നാ എഴുതി കൊടുക്കുക, വലുതാക്കി എഴുതി കൊടുക്കുക. അതുപോലെ ഈ 2 ലൈനായിട്ട് എഴുതി കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു നാ എഴുതി കൊടുക്കാതെ ഈ ഒരു രീതിയിൽ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ ഉണ്ടല്ലോ, ചൂണ്ടുവിരൽ, ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറയാം. ഓക്കെ, ഇങ്ങനെ കുറേ പ്രാവശ്യം വിരലോടിക്കാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഒരു അടയാളം കിട്ടും എങ്ങനെയാണ് ഈ ഒരു അക്ഷരം ഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പെൻസിൽ കൊടുത്തിട്ട് പെൻസിൽ കൊണ്ട് ഇങ്ങനെ എഴുതാനായിട്ട് പറയാം. ഓക്കെ, ഇതിൻ്റെ മേലെ കൂടെ ഒരുപാട് പ്രാവശ്യം എഴുതാനായിട്ട്, ഈ 2 ലൈനിൻ്റെയും ഉള്ളിൽ എഴുതാനായിട്ട് പറയാം. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്, ബൗണ്ടറി കിട്ടും, അവർക്കൊരു നല്ലൊരു ബൗണ്ടറി കിട്ടും. ഇപ്പം ഇങ്ങനെ ഇതെന്ന് ഇങ്ങനെ, അതായത് ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ എഴുതും, ഇത് വലുത് ഇത് ചെറുത്, ചില കുട്ടികൾ ഇങ്ങനെ എഴുതാറുണ്ട്, അങ്ങനെ പല ടൈപ്പിലും കുട്ടികൾ എഴുതാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അക്ഷരം തിരിച്ചും മറിച്ചൊന്നും വരാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ 2 ബൗണ്ടറീൻ്റെ ഉള്ളിൽ എഴുതിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുക, ഇത് ഫുള്ള് എഴുതുമ്പോൾ ഇത് ഫുള്ളും കളറാവും, അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയാം. അതുപോലെ കളർ പെൻസിൽസ് ഇങ്ങനത്തെ കിട്ടും വേറെ വേറെ. അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുത്തിട്ട് വെറൈറ്റി കളേഴ്സൊക്കെ അങ്ങനെ വെച്ചിട്ട് എഴുതാനായിട്ട് പറയാം. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ടാവും, നന്നായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പാറ്റേൺ റൈറ്റിംഗ് ആണ്. അപ്പോൾ പാറ്റേൺ റൈറ്റിംഗ് ഞാൻ എപ്പോഴും പറയുമ്പോൾ പാരൻസ് പറയാറുണ്ട്, പാറ്റേൺസ് എഴുതി പഠിക്കുന്നില്ല, ഫസ്റ്റൊക്കെ ഒന്നിരിക്കും, പിന്നെ കുട്ടികൾ എഴുതാൻ മടിയാണെന്ന്. അപ്പോൾ അത് എഴുതിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ്. അതായത് ചുമ്മാ നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാനിവിടെ ഒരു ക്യാറ്റ് വരച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ പറയാം, ഇവിടെ ഒരു പാലാണിത്, പാലിൻ്റെ പാത്രം ഇരിക്കേണ്ട. അപ്പോൾ ഈ ക്യാറ്റിന് എന്ത് വേണം, പാല് കുടിക്കണം. അപ്പോൾ പാല് കുടിക്കണമെങ്കിൽ അപ്പോൾ ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റ് പമ്മി പമ്മി വരും, കണ്ടോ, ചാടി ചാടി പമ്മി പമ്മി മെല്ലെ വരും, ആരും കാണാതെ വരും. അപ്പം നമ്മളിതിന് ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ പാലിൻ്റെ അടുത്തേക്ക് ഈ പൂച്ചയ്ക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തേന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ വരയ്ക്കും. അങ്ങനെ ഈ പാറ്റേൺ അവർ നന്നായി എഴുതി 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 അവർക്ക് പ്രാക്ടീസ് ആവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ മോളെ എഴുതിക്കാറ്. ഇപ്പോൾ നോർമലി അവർക്കിപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ബ്ലാങ്ക് സ്ലേറ്റിൽ ഇങ്ങനെ ഒരു നാ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇതേപോലെ എഴുതിയിട്ട് കൊടുത്താൽ എഴുതില്ല, അത് ഉറപ്പാണ്. എൻ്റെ മോളായാലും എണിച്ചു പോവും, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും. പക്ഷേ ഇതിൽ കൊടുത്താൽ അവൾ ഇങ്ങനെ എത്ര കൊടുത്താലും അവൾ എഴുതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് നല്ല നീറ്റാവുകയും ചെയ്യും. ഒപ്പം തന്നെ അവർക്ക് നല്ലൊരു പ്രാക്ടീസും പിന്നെ നായും റായും ഒക്കെ വൃത്തിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് എഴുതിക്കുക. ഇതിന് ശേഷം ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, പാല് ഭയങ്കര ചൂടായിരുന്നു, കണ്ട ആവി പോണത്. അപ്പോൾ എന്താ പറ്റി, നാവ് പൊള്ളി, ക്യാറ്റിൻ്റെ നാവ് പൊള്ളി. അപ്പോൾ എന്ത് ചെയ്യും, ക്യാറ്റ് ഓടിച്ചെന്നു. ഇത് ക്യാറ്റിൻ്റെ വീടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണ്ടേ, വേഗം വരച്ചേ പറയാം, ഇതുപോലെ ഇതിൻ്റെ മേലെ കൂടെ ട്രേസ് ചെയ്യാനായിട്ട് പറയാം.
അങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ വരച്ചിട്ട് വീട്ടിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പാറ്റേൺ റൈറ്റിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വേ. അപ്പം ബുക്കിലൊക്കെ കൊടുത്താലും ഭയങ്കര മടിയാണ് എഴുതിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നീട് നമ്മൾ 4 ലൈനിലും 2 ലൈനിലൊക്കെ എഴുതിക്കുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പാറ്റേൺ നന്നായി എഴുതിയിട്ടുണ്ട്, വൃത്തിയിൽ എഴുതി വരുന്നുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ലെറ്റർ നമ്മൾ കൊടുക്കണം. അപ്പോൾ ലെറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലെറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ കോളം വരച്ചിട്ട് കൊടുക്കണം. അതായത് ഓക്കെ, ലെറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ ഇതേപോലെ കോളം വരയ്ക്കുക. കോളം വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നായ എഴുതാനായിട്ട് പറയാം. അപ്പോൾ ഈ കോളം വരയ്ക്കുമ്പോൾ അവർക്കൊരു ബൗണ്ടറി കിട്ടും, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എഴുതണം. നമ്മൾ ഒരു സ്ലേറ്റ് നിറച്ച് നായ എഴുതിയിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടില്ല എങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നായ എഴുതിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ അവർക്ക് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാറ്റേൺ റൈറ്റിംഗ് നന്നായിട്ട് ചെയ്യിപ്പിക്കുക, അതിന് ശേഷം ഇത് എഴുതിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുക, കുറച്ച് എഴുതാനായിട്ട്. ഇതിന് ശേഷം അവരെ കൊണ്ട് തനിയെ ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, ഇതാണ് ഒരു പ്രോപ്പർ വേ എഴുതാൻ. ഇതിന് ശേഷമാണ് നമ്മൾ നോട്ട്ബുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോട്ട്ബുക്ക് ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോട്ട്ബുക്കിൽ ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലേ, ഇങ്ങനെ ഇത് ഫുള്ളും ന്യായ എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടോ, ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ഈ 2 ലൈനിൻ്റെ ഉള്ളിലാണ്, അതാണ് ബൗണ്ടറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം പോകാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഈ ഡോട്ടിൻ്റെ മേലെ കൂടി ട്രേസ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ കുറച്ചങ്ങനെ എഴുതിക്കുക. അതിന് ശേഷം അവർ നന്നായി പാറ്റേണൊക്കെ എഴുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തനിയെ എഴുതിക്കോളും. അപ്പോൾ ഈ ഡോട്ട് നമ്മൾ ഫസ്റ്റ് അവരെ കൊണ്ട് തനിയെ എഴുതിക്കണം. എന്നിട്ട് എഴുതണമെന്നില്ല എങ്കിലാണ് നമ്മൾ ഈ ഡോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് തന്നെ ഡോട്ട് ഇട്ടിട്ട് അവർക്കതൊരു ശീലമാക്കി കൊടുക്കരുത്. അപ്പോൾ അവരെപ്പോഴും ഡോട്ട് ഇട്ടിട്ട് തരണം എന്ന് പറയും. അപ്പോൾ എളുപ്പം എഴുതാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതിക്കുക. അതിന് ശേഷം കിട്ടണില്ല എന്ന് വെച്ചാൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, എന്നിട്ട് ചുമ്മാ അങ്ങനെ ഒരു ഫ്ലവറൊക്കെ വരയ്ക്കും. ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്നിട്ട് ഈ ബട്ടർഫ്ലൈനെ ഫ്ലവർക്ക് എത്തണം. അപ്പോൾ നാ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ നാ 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 ഇങ്ങനെ എഴുതി വയോ. അപ്പോൾ ഇവിടെ ഫ്ലവറിൻ്റെ അടുത്തേക്ക് എത്തും പറയും. അങ്ങനെ സ്പീഡിൽ എഴുതി വരും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ നന്നായിട്ട് എഴുതും. അതുപോലെ അവർ ഹാൻഡ് റൈറ്റിംഗ് നീറ്റാകും. പിന്നെ ഈ ലെറ്റേഴ്സ് ഒന്നും മറക്കൂല, ഓരോ സ്റ്റോറിയിലും ഓരോ ലെറ്റേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അക്ഷരങ്ങൾ കുട്ടികളെ എഴുതിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. കുട്ടികളെ പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന പാരൻസ് ഉണ്ടാകും. അവർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.